Watch full episodes on Jio Hotstar. അങ്ങോട്ട് നോക്ക് മുയൽ. ഓഹോ, എന്ത് ഭംഗിയുള്ള മുയലാന്ന് നോക്കിയേ. നമുക്ക് ഇതിനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടിട്ട് വരാം. ഇവിടെ ആകുമ്പോ കാറിന്റെയും ട്രക്കിന്റെയും അടിയിലൊക്കെ പെട്ടുപോയാലോ. വരൂ. ഞാനൊരു സ്വതന്ത്രനായ ജിന്നാണ്. എന്നിട്ട് എന്റെ മറ്റെല്ലാ ജിൻ സഹോദരങ്ങളെയും പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. അതായത് ഇന്നു മുതൽ മനുഷ്യന്മാരെയും ജിന്നാക്കി മാറ്റിയിട്ട് മറ്റു മനുഷ്യന്മാരെ സേവിക്കാനായിട്ട് അയക്കും. അതിന് ഞങ്ങൾ മനുഷ്യരല്ലേ, നീ എങ്ങനെയാ ഞങ്ങളെ ജിന്നാക്കി മാറ്റുക? ഞാനൊരു ജിന്നാണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അലമലൂയ തക തക അലമലൂയ. മോട്ടു പത്ലു ജിന്നായി മാറട്ടെ. വരൂ. ഇതെന്തൊരു അത്ഭുതമാണ്. കലക്കി. ബോസ്, ഇത് ജിന്നുള്ള വിളക്കാണെന്ന് തോന്നുന്നു. ജിന്നുള്ള വിളക്കാണെങ്കിൽ സിംഗിൾ ആയിരിക്കില്ലേ? ഇത് ഡബിൾ ആണല്ലോ. വരൂ, നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ചിലപ്പോ 2 ജിന്ന് പുറത്തു വന്നാലോ. ആവശ്യം അറിയിച്ചാലും എന്റെ ആക്കാ. ഇത് നമ്മുടെ ബോട്ടും ബദലും അല്ലേ? ഇവരെങ്ങനെയാ ജിന്നായി മാറിയത്? ജിന്നായിട്ട് കൂടി ഇവന്മാരെന്തിനാ എന്റെ പുറകെ വരുന്നത്? അതെ, ഞങ്ങള് ജിൻ എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ വിട്. ആവശ്യം അറിയിച്ചാലും ആക്കാ. ഞങ്ങളിപ്പോ എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞാലും. ഈ ജോണായിരിക്കും ഡോൺ. എനിക്ക് കാട്ടിൽ താമസിച്ച് മടുത്തിരിക്കുക. എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിയാമോ? വേഗം വാ. ഇന്ന് നമുക്ക് ജോണിനെ ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കണം. അപ്പൊ ഇനി അവനൊരു ശരിക്കുള്ള ജിന്നിനെ കിട്ടിയാലും അതിനെ ഒരു പണിയും ചെയ്യിക്കാൻ പാടില്ല. ജോണിന് രാത്രി കിടക്കാനായി കൊട്ടാരം പണിയുന്നു മോട്ടു പത്ലു ജിൻ. എന്താണിത്? ഇത് തലകുത്തിയാണല്ലോ നിൽക്കുന്നത്. ഇതിനെ നേരെയാക്ക്. നിങ്ങൾ അത് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു? കൊട്ടാരം നേരെ വേണോ അല്ലെങ്കിൽ തലകിഴായി വേണോന്ന്. ആദ്യം ശരിക്കും ഓർഡർ തരാൻ പഠിക്കേ. ഞങ്ങൾക്ക് എപ്പോഴും ഒരേ കാര്യം ചെയ്യാൻ പറ്റില്ല. കൊട്ടാരം അപ്രത്യക്ഷമാക്കിയേക്ക്. എന്നിട്ട് എല്ലാ ബാങ്കിന്റെ ലോക്കർ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഇതാ പിടിച്ചോ ജോൺ സാറേ. ജോണിന് രാത്രി സുഖിക്കാനായി ബാങ്കിന്റെ ലോക്കർ കൊണ്ടുവരും മോട്ടു പത്ലു ജിൻ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. രക്ഷിക്കൂ. ഇനി എനിക്ക് ലോക്കറും വേണ്ട, ഒന്നും വേണ്ട. അത്യാഗ്രഹം ആപത്താണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങൾ എങ്ങോട്ടായി പോണത്?
ഇതെന്തിനാ എന്റെ തലയിൽ തന്നെ ഇങ്ങനെ വന്ന് വീഴുന്നത്? മോട്ടു പതലു, എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. മമ്മി. ഇനി ഈ ലോക്കറൊക്കെ ഒന്ന് തുറക്ക്. അതെ, ഞങ്ങൾ ജിന്നാണ്, അല്ലാതെ കള്ളത്താക്കോലിട്ട് തുറക്കുന്ന കള്ളനല്ല. ഈ ലോക്കറൊക്കെ തുറന്നെനിക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിപ്പോ തന്നെ ഞാൻ തുറന്ന് കാണിക്കാം. എന്റെ അമ്മോ, അത് മോട്ടുപത്രമല്ലേ? ഇവന്മാർക്ക് എന്താ സംഭവിച്ചത്? ഇവരെങ്ങനെ ഈ ജിന്നിനെ പോലെ മാറിയത്? ശബ്ദമുണ്ടാക്കാതെ നോക്കിക്കൊള്ളണം, ആരും മിണ്ടരുത്. എന്റെ അമ്മോ. ഇപ്പൊ ഇത് ഞാൻ തകർത്ത് കാണിക്കാം. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ അമ്മോ, മമ്മി, ഡാഡി. എഴുന്നേക്ക് സാറേ. മോട്ടു, ചിങ്കപ്പന്റെ ഒരുപാട് തവണ ജയിലിൽ അടച്ചിട്ടുള്ളതാ. ഇപ്പൊ നീ ചിങ്കത്തിനെ ജയിലിൽ അടയ്ക്കണം. അങ്ങനെ തന്നെ ആവട്ടെ എന്റെ ആക്ക. എന്റെ ആക്കയെ നിങ്ങൾ ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. സോറി, ബൈ ബൈ. മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്ന് കേക്കാൻ. ഈ ലോക്കറൊക്കെ കാലിയാണല്ലോ. ഇതിലുള്ള കാശൊക്കെ എവിടെ? എന്റെ മുതലാളി, എന്റെ ആക്ക, നിങ്ങളല്ലേ പറഞ്ഞത് ലോക്കർ കൊണ്ടുവരാൻ? അതുകൊണ്ടാണ് ഞങ്ങൾ ലോക്കർ മാത്രം കൊണ്ടുവന്നത്. പണമൊക്കെ ബാങ്കിൽ തന്നെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ജിന്നായി എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ അടിമയാണ്. രാത്രിയിൽ എനിക്ക് നിങ്ങള് വീശി തരണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഊളത്തരമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ജോൺ ഉറങ്ങിയെന്ന. പത്തുലു, എത്ര ദിവസം വെച്ചാ നമ്മളിങ്ങനെ അടിമയായി ജീവിക്കുക? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ കേൾക്ക്. എന്റെ പത്തുലു, എനിക്ക് എന്റെ മുതലാളി ആക്കയെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. ഒരു ജിന്നിന്റെ ധർമ്മം അവന്റെ ആക്കയെ നല്ലപോലെ പരിപാലിക്കണമെന്നാ. പക്ഷേ നമ്മുടെ മുതലാളി നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും സേവിക്കുകയാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിലപ്പോ നമ്മുടെ മുതലാളി ജോൺ നമുക്ക് ഈ കൽപ്പന തന്നിരുന്നെങ്കിൽ, അതായത് നിന്റെ മുതലാളിയെ ശരിക്കും അടിച്ച് അയാളുടെ തീരുമാനത്തിൽ നിന്ന് അയാളെ മാറ്റണമെന്ന്, അപ്പൊ എല്ലാം ശരിയായി വരും. എന്നിട്ട് നിങ്ങളുടെ മുതലാളിയെ ശരിക്കും എടുത്തിട്ട് അങ്ങ് പെരുമാറ്. അയാൾ അങ്ങനെയെങ്കിലും ഒന്ന് മര്യാദ പഠിക്കട്ടെ. അയ്യോ അയ്യോ, നിങ്ങൾ ഉണർന്നിരിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ആക്കാം. ഞങ്ങളുടെ ആക്ക ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു നിന്നെ ഇടിച്ച് പരിപ്പെടുക്കാൻ. എവിടെ പോയി രണ്ടെണ്ണം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലാമ്പിനകത്ത് തിരിച്ചു കയറാൻ പറ്റില്ല. എന്നെ രക്ഷിക്കൂ. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? ഞങ്ങളുടെ യജമാനന്റെ ആജ്ഞ നിറവേറ്റിക്കൊണ്ടിരിക്കുക. ആജ്ഞാപിച്ചാലും യജമാനനെ, എനിക്ക് സ്വതന്ത്രനാകാനായിരുന്നു ആഗ്രഹം, പക്ഷെ സ്വയം അടിമയായി മാറി. നിങ്ങൾ മനുഷ്യന്മാര് ഭയങ്കര തന്ത്രശാലികളാ. എന്നെ അടിച്ചൊടിച്ച് ലാമ്പിനകത്താക്കി.
പിന്നെ ലാമ്പ് ഉരച്ച് എന്നെ തന്നെ നിങ്ങളുടെ അടിമയാക്കി മാറ്റി. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റിയിട്ട് സ്വയം സ്വതന്ത്രനായിക്കോ. സത്യമാണോ താങ്കൾ പറയണേ? എല്ലാ മനുഷ്യരും നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ ഒരു ജന്നിനും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. അലമലലൂയ തക തക അലമലലൂയ. മനുഷ്യന്മാരായി മാറൂ മോട്ടു പത്ലു ജിൻ. ചെല്ല്, സന്തോഷമായിട്ടിരി, സ്വതന്ത്രനായിട്ടിരി. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മനുഷ്യന്മാരായി മാറിയത്? Hey! Hands up! Hands up! You all are under arrest. ഇനി പറഞ്ഞോ, ഇവിടെ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? ചിലപ്പോ ജീനി, ചിലപ്പോ മനുഷ്യന്മാര്. What is happening here? ഞാൻ രാത്രി മുഴുവൻ ജയിലിനകത്തായിരുന്നു. രാവിലെ കോൺസ്റ്റബിൾസ് ആണ് വന്ന് എന്നെ തുറന്നു വിട്ടത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത് ചിങ്കം സാറേ? മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. You are right. ഞാൻ ചിലപ്പോ ഒരു സ്വപ്നം കണ്ടതായിരിക്കും. ബൈ ബൈ, ടാറ്റ, സീ യു, ടേക്ക് കെയർ. കോൺസ്റ്റബിൾസ്, നമ്മൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. വരൂ പോകാം. നിക്ക്, അവിടെ നിക്ക്. ചിങ്കം സ്വപ്നം കണ്ടു, കോൺസ്റ്റബിൾസും സ്വപ്നം കണ്ടു, എന്റെ നമ്പർ 1ഉം നമ്പർ 2ഉം സ്വപ്നം കണ്ടു. അപ്പൊ ഞാനും അതേ സ്വപ്നം കണ്ടു. പക്ഷെ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ഇത്രയും പേര് ഒരുമിച്ച് ഒരേ സ്വപ്നം ഒരേ സമയത്ത് എങ്ങനെ കാണാൻ സാധിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. വരൂ പത്ലു, ചെന്ന് നമുക്ക് ചായയും കടിയും കഴിച്ചിട്ട് വരാം. ഇവിടെ 2 ഹോട്ടൽ ഉണ്ടല്ലോ. ഏതിലേക്കാ പോവുക? വരൂ വരൂ സാറേ, നിങ്ങൾക്ക് സൂര്യ ഹോട്ടലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടുത്തെ മാനേജറാണ്. എന്നെ നിങ്ങളുടെ പേഴ്സണൽ മാനേജറായിട്ട് അങ്ങോട്ട് കരുതാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ടേസ്റ്റുള്ള പിന്നെ ഇന്റർനാഷണൽ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും. കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡും ഭയങ്കര ഹൈ ആയിട്ടാണ് തോന്നണേ. പത്ലു, എനിക്കിവനെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഒരുപാട് സോപ്പിടുന്നത് കണ്ടില്ലേ? വരൂ, നമുക്ക് മറ്റൊരു ഹോട്ടലിലേക്ക് പോവാം. നീ പറയുന്നത് ശരിയാ. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. പക്ഷേ ഞങ്ങൾ ആനന്ദ് ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളാം. പറയൂ സാർ, നിങ്ങൾ എന്താ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അടുത്തുള്ള ഹോട്ടലുകാർ കസ്റ്റമറെയൊക്കെ റോട്ടിൽ നിന്ന് തന്നെ പിടിച്ചോണ്ട് പോവുകയാണല്ലോ. അവരെന്റെ കസ്റ്റമേഴ്സിനെ മാത്രമല്ല എന്റെ വർക്കേഴ്സിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാ ചെയ്യുന്നത്. അവൻ എന്റെ ഹോട്ടൽ പൂട്ടിക്കാനുള്ള പുറപ്പാടില്ല. പക്ഷെ ഞാൻ ഈ കട പൂട്ടിയിട്ട് എങ്ങോട്ട് പോകാനാ? എന്റെ ഈ പ്രായത്തിൽ ഇനി ഞാൻ വേറെ എന്ത് ജോലി ചെയ്യാനാ? നിങ്ങൾ ഞങ്ങളെ ജോലിക്ക് വെക്ക്, എന്നിട്ട് നോക്കിക്കോ, ഞങ്ങൾ അയാളെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ ഒരിക്കലും അയാൾ നിങ്ങളെ ശല്യം ചെയ്യില്ല. പക്ഷെ എനിക്ക് ശമ്പളം തരാനൊന്നും പറ്റില്ല. എന്റെ സാറേ, ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ മുഖത്ത് ചിരി വന്നാൽ തന്നെ ഞങ്ങൾക്ക് അത് സന്തോഷമാവും. ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. വളരെ വളരെ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ കാലത്ത് നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ല ബോസേ, അവര് രണ്ടുപേരും അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് കണ്ടോണ്ട് നിൽക്കുവാ? ചെല്ല്, അവന്മാരെ പൈസ കാണിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ. ഡബിൾ സാലറി ഓഫർ ചെയ്തേക്ക്. അയാൾ എങ്ങനെ ഹോട്ടൽ നടത്തുന്നു കാണട്ടെ. അതെ, ഇവിടെ അവര് എത്ര ശമ്പളം തരികയാണെങ്കിലും അതിന്റെ ഡബിൾ ഞങ്ങൾ തരും. 1 ലക്ഷം. മാസത്തിൽ 1 ലക്ഷമാ? അല്ലല്ല, 1 ലക്ഷം ഒരാഴ്ചത്തേക്കാ. ആഴ്ചയിൽ 1 ലക്ഷം വെച്ചാ, അതായത് 4 ലക്ഷം ഒരു മാസം. എനിക്കും വല്ല ജോലിയുണ്ട് പറഞ്ഞട്ടോ. എന്തു പറ്റി ബോസ്? 1 ലക്ഷം രൂപയാണ് ഒരാഴ്ച കിട്ടണേ അവർക്ക് അവിടെ. വെറുതെ പറയുന്നതാ. ഇതെന്തോ കളിയാണ്. നേരായ വഴിക്ക് ഇവന്മാരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ കിളവനാള് തന്ത്രശാലിയാണ്. അയാളെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ.
ആ കല്ലു പട്ടാനല്ലേ? ഞാൻ കന്നയാ സംസാരിക്കുന്നേ. ഹൈവേയിൽ 2 ഹോട്ടലുകളുണ്ട്. ഒരു സൂര്യ ഹോട്ടലും ഒരു ആനന്ദ് ഹോട്ടലും. നിങ്ങൾ എന്റെ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ പറയാണോ വരാം. എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഇന്ന് രാത്രി എന്റെ ഓപ്പോസിറ്റുള്ള ആനന്ദ് ഹോട്ടൽ അങ്ങ് തല്ലി പൊളിച്ചേരെ. എന്നിട്ട് നാളെ രാവിലെ എന്റെ ഹോട്ടലിലേക്ക് വന്നേക്ക്. നീ ചോദിക്കുന്ന പണം ഞാൻ തന്നേക്കാം. കാര്യം നടന്നിരിക്കും. ഹോട്ടൽ പൊളിക്കുന്ന സമയത്ത് നിന്റെ ഫോൺ ഓൺ ആയിരിക്കണം കേട്ടോ. എനിക്ക് ആ പൊളിക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. ഹലോ കന്ന സാറേ, കേട്ടോളി. പിള്ളേരെ അടിച്ചു പൊട്ടിക്കടാ. ഒന്നും ബാക്കി വെക്കില്ലേട്ടോ. കാലു പട്ടാൻ അദ്ദേഹത്തിന്റെ ജോലി സൂപ്പറായിട്ട് ചെയ്യും. കേട്ടോ ഖന്ന സാർ ബ്രദർ, നിങ്ങൾ പറയണ പോലെയാണ് എല്ലാം ചെയ്തോണ്ടിരിക്കണ ഇവിടെ. അടിച്ചു തർക്ക്, ഒന്നും ബാക്കി വച്ചേക്കരുത്. എനിക്കിപ്പോഴാ സന്തോഷമായത്. ഇങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആ കല്ലു പടാൻ എന്നെ ചതിച്ചിരിക്കുകയാണ്. കല്ലു പടാൻ, നീ എവിടെയാ? നമ്മളിവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ പുറകില്. കാശ് വാങ്ങാൻ വന്നതാ. ഈ പണിക്ക് 10,000 രൂപ വേണ്ടി വരും. എന്റെ ഹോട്ടല് നശിപ്പിച്ചു അല്ലേ? അങ്ങോട്ട് നോക്ക്, ആ കാണുന്നതാണ് ആനന്ദ് ഹോട്ടൽ. നിനക്കിപ്പോ 10,000 അടിയാണ് തരേണ്ടത്. അല്ല ബ്രദറെ, ഇവിടെ ഞാൻ ആനന്ദ് ഹോട്ടലിന്റെ ബോർഡാ കണ്ടത്. ഇപ്പൊ ഈ സൂര്യ എവിടുന്നാ വന്ന? എനിക്ക് തോന്നുന്നു രാത്രിയിൽ ആരോ ബോർഡ് മാറ്റി വെച്ചതാന്നാ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. ഇതവന്മാര് കളിച്ച കളിയാണെന്നാ തോന്നുന്നത്. ഒരുപക്ഷെ അവന്മാര് നമ്മുടെ പ്ലാൻ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ബോർഡ് മാറ്റിയതാണ്. ഹലോ, പപ്പു മിർച്ചിയല്ലേ? യെസ്, ഞാനാണ് സംസാരിക്കുന്നത്. ഹൈവേയിൽ 2 ഹോട്ടലുകളുണ്ട്. ഒന്ന് ആനന്ദ് ഹോട്ടലും ഒന്ന് സൂര്യ ഹോട്ടലും. ഇന്ന് രാത്രി ആനന്ദ് ഹോട്ടല് തകർത്തേക്ക്. 1,00,000 രൂപ തന്നേക്കാം. പക്ഷെ പണി വൃത്തിയായി ചെയ്തിരിക്കണം. പിന്നൊരു കാര്യം, എന്റെ മാനേജർ രാത്രി നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അയാള് പറഞ്ഞു തരും തകർക്കേണ്ട ഹോട്ടൽ ഏതാണെന്ന്. ഓക്കെ കണ്ണാ ചേട്ടാ, പൈസ തയ്യാറാക്കി വെച്ചോളൂ. ജോലി ഞാൻ തീർത്തിരിക്കും. ഹലോ, പപ്പു മിർച്ചിയാണോ? ഞാൻ ചാവളയാണ് സംസാരിക്കണേ. അപ്പൊ പറഞ്ഞ പോലെ രാത്രിയില് എന്റെ പത്ലു, ഞാൻ പറയുന്നത് ആ ചവളയെ മാനേജറായിട്ട് ഇവിടെ നിർത്താമെന്നാ. അവൻ സ്വന്തം കുടുംബാംഗങ്ങൾ വിളിച്ചു കയറ്റുന്നത് പോലെയല്ലേ ഹോട്ടലിലേക്ക് കസ്റ്റമർ വിളിച്ചു കയറ്റുന്നത്. നമ്മൾ ചവളയ്ക്ക് 8,00,000 രൂപ സാലറി കൊടുത്താലേ അപ്പൊ അവൻ സമ്മതിക്കാതിരിക്കുവോ? എനിക്ക് തോന്നുന്നില്ല അയാള് സമ്മതിക്കുമെന്ന്. അല്ലെങ്കിലും കന്ന അയാളെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല. സമ്മതിക്കും, തീർച്ചയായിട്ടും സമ്മതിക്കും. ഈ കന്നയാരെ എന്നെ തടയാൻ മാത്രം? ഇന്ന് മുതൽ ഈ ചാവള നിങ്ങളുടേതാണ് സാറന്മാരെ. വെൽക്കം മിസ്റ്റർ ചൗള, വെൽക്കം. പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാറന്മാരെ. ഇന്ന് രാത്രി ഇത് തകർക്കാനാണ് പ്ലാൻ. ആ പപ്പു മിർച്ചി ഭയങ്കര പ്രശ്നക്കാരനാണ് സാറേ. ഓ നോ ചൗള സാറേ, ഇന്ന് രാത്രി നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഈ ഹോട്ടലിനെ രക്ഷിക്കണം. പിന്നെ നമ്മളൊക്കെ ഒരുമിച്ചായിരിക്കില്ലേ? ആ അതെ, നമ്മൾ ശരിയാ, നമ്മൾ ഒറ്റക്കെട്ടാണ്. ഏയ്
ഇവിടെ ആരാണ് മിസ്റ്റർ ചാവല? അതെ സാറേ, ഞാനാ സാറേ. ആ കൊള്ളാം, ഇവനാണ് സൂര്യ, മറ്റവൻ ആനന്ദ്. വന്നേ മക്കളെ, നമുക്ക് ആനന്ദ് ഹോട്ടലിൽ ബോംബ് വെക്കണം. അതെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കന്നാ സാർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഏത് ഹോട്ടലാണോ ചൗള ചൂണ്ടിക്കാണിക്കുന്നത് അത് തകർക്കാനല്ലേ? അതെ, ഖന്ന സാറാണെങ്കിൽ ആനന്ദ് ഹോട്ടലിന്റെ ഓണർ അല്ലേ? നിങ്ങളെന്താ എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടതാണ്. എന്നോട് ആനന്ദ് ഹോട്ടലിലാണ് ബോംബ് വെക്കാൻ പറഞ്ഞത്. ഹലോ, കന്ന ഹിയർ. ഓ, ഞാൻ പപ്പു സാറിന്റെ അസിസ്റ്റന്റ് ആണ് സാറേ സംസാരിക്കുന്നത്. ചൗള സാർ പറയുന്ന ഹോട്ടലാണോ ഞങ്ങൾ ഇപ്പൊ തല്ലി തകർക്കേണ്ടത്? അതെ പപ്പു മുരുത്തി, ആ ചാവല പറയുന്ന ഹോട്ടൽ തന്നെയാണ് അടിച്ചു തകർക്കേണ്ടത്. ചാവല, നീ പറഞ്ഞില്ലേ ഏത് ഹോട്ടലാണെന്ന്? പറഞ്ഞു സാറേ, പറഞ്ഞു. പിന്നെ ഫോൺ ഓണാക്കി വെച്ചേക്കണം. ഓക്കെ സാർ, ഫോൺ ഓൺ ആയിരിക്കും. ഓക്കെ, 3, 2, പിന്നെ 1. സാർ പൊട്ടുന്നത് കേട്ടായിരുന്നോ? കേട്ടു, ഞാൻ കേട്ടു. ഇനി കണ്ണൻ ചേട്ടനോട് പറഞ്ഞേക്ക് നാളെ കാശ് വാങ്ങാൻ പപ്പു അങ്ങോട്ട് വന്നിരിക്കുമെന്ന്. ഇല്ല ഇല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ചാവല, കന്ന സാർ, മറ്റുള്ളവർക്ക് കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ മോട്ടു, ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, പിന്നെ ഇത് ഞങ്ങളുടെ മാനേജർ മിസ്റ്റർ ചൗള. I am Chawla, manager of Anand Hotel. Salary is 8 lakh rupees per month. 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ കാലുവാരിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. ഈ പൈസയുടെ കാര്യം ഇപ്പൊ എവിടെന്നാ വന്നത്? അല്ല, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞ എനിക്ക് 8 ലക്ഷം രൂപ മാസം സാലറി ആയിട്ട് തരുമെന്ന്? സോറി, നിന്നെ പോലെ ഒരു പമ്പര വിഡ്ഢിക്ക് 8 ലക്ഷം രൂപ ആരാടോ തരിക? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാസത്തിൽ നിനക്ക് 8 ലക്ഷം ചെരുപ്പടി തന്നാലേ നീ ഞങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നല്ലേ? ഇവൻ അങ്ങനെ തന്നെ വേണം. എടോ ചതിയാ, നിനക്കിട്ട് നല്ല ഇടിയാണ് തരേണ്ടത്. മിസ്റ്റർ ആനന്ദ്, ഇപ്പൊ നിങ്ങളുടെ ഹോട്ടൽ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് ചെല്ലണം. എന്തിനാ വീട്ടിൽ പോകുന്നത്? എന്റെ കൂടെ തന്നെ ജോലി ചെയ്തുകൂടെ? നിങ്ങൾ രണ്ടുപേരും നല്ല മനുഷ്യരാ. എല്ലാവരും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ഇവിടെ നിന്നത്. ഇപ്പൊ നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോ ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങളെ പോകാൻ അനുവദിക്കേ. ബൈ ബൈ സാറേ, ബൈ ബൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.